ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വ്ലോഗ്. അതെന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. ഇവിടെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. നമ്മളെ പറ്റും ബാങ്ക് വിളിക്കണ്ട, ഞാൻ അതുകൊണ്ട് വീഡിയോ ഇങ്ങനെ എടുക്കാതിരിക്കുമായിരുന്നു. ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ബാഗിലുണ്ട്. നമ്മൾ വീണ്ടും ടെറസിൽ വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇൻട്രോ എടുക്കുന്ന ഇപ്പോൾ ഈ ടെറസിൽ ഇരുന്നാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ ഇരുന്ന്. ഇരിക്കാൻ നല്ല സുഖമാണ്. നല്ല കാറ്റ് വരും. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടേ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഒരു കാറ്റും ചെറിയ വെയിലും പിന്നെ ഈ മഴ കണ്ട ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂ കണ്ടിങ്ങനെ കുറച്ച് നേരം ഒരു പടക്കിട്ടിരിക്കാൻ നല്ല രസമാണ്. ഞാൻ വ്ളോഗൊക്കെ നമ്മുടെ ഇവിടെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അതായത് വോയിസ് ഓവറൊക്കെ ചെയ്യുന്ന ഈ ഇതിനകത്താണ്. ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. വീട്ടിലാണ് നമ്മൾ വീട്ടിലെവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ആലോചന സ്ഥലത്തിരുന്നൊക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ടെറസാണ്. ഈ എൻ്റെ സ്ഥലമൊന്നുമല്ല. ഇത് ഞാനിങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ഇതാണിപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മളൊരു വാതി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. വാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ കൈത്തോട്, അല്ലെങ്കിൽ വെള്ളം ഒഴുകണ പുഴ, അങ്ങനെയൊക്കെ ഉള്ള എനിക്ക് ഇവിടെ വാതി എന്നാണ് പറയുന്നത്. എൻ്റെ ബേക്ക് ചന്ദിരമാമ വന്നിട്ടുണ്ട്. ചന്ദിരമാമ എവിടെ കാണാമോ? കണ്ട ചന്ദിരമാമ ഇവിടെയാണ് ചന്ദിരമാമ. അപ്പം ആ വാതി കാണാൻ പോയതിൻ്റെ വീഡിയോ ആണ് അതിൻ്റെ ഒരു ഇൻട്രോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പം ഇന്നലെയാണ് നമ്മൾ പോയത്. ഇന്നലെ നമ്മളൊരു 5 മണിക്കായപ്പോൾ ഇവിടുന്ന് ഇറങ്ങി അവിടെ പോയി കുറച്ച് നേരം കണ്ടു. ഒരു സൺസെറ്റൊക്കെ ഉണ്ട്. അവിടെ പോയി സ്ഥലം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഒരു കൈത്തോടെന്ന് വേണേൽ പറയാം. ഇവിടെ നിന്ന് പറഞ്ഞത് ഞാനിതിനു മുമ്പ് പോയിട്ടില്ല. ഇവർ പോയിട്ടുണ്ടോ ഇല്ലെന്ന് ഇവർ പോയിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെ നമ്മുടെ മേളിൽ വേറൊരു മലയാളി ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയിട്ടുണ്ട്. അവിടെ എന്തോ ഡാമുണ്ട്, പിന്നെ താറാവൊക്കെ ഉണ്ട്. വലിയ സെറ്റപ്പാണെന്ന് പറഞ്ഞാണ് പോയത്. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റിവ്യൂ പറയണ പോലെ ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് എല്ലാവരും വേറെ ആയിരുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ അവിടുത്തെ ഒരു കൈത്തോട് സെറ്റപ്പാണ് സാധനം. വലിയ സംഭവം സത്യം പറഞ്ഞാൽ ചിരി വന്നു അത് കണ്ടപ്പോഴത്തേക്കും. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് ഇവിടുത്തെ വാതി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ളൂ. പിന്നെ ഇവിടെ അങ്ങനത്തെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതുവരെ കേട്ടില്ല. പിന്നെ ഇച്ചിരി വലിയ വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലം നല്ല ദൂരത്താണ് പറഞ്ഞത്. 10-30 കിലോമീറ്റർ ദൂരെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സലാലയാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനത്തെ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ മറ്റേ നമ്മുടെ കേരളം പോലെയാണ് കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞാൻ ഇതുവരെ പോയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റത്തില്ല എനിക്ക് തന്നെ. ഇരുട്ടായി, മൊത്തം ഇരുട്ടായി. അപ്പം നിങ്ങളെന്തായാലും അത് കണ്ടിട്ട് പോവാ. ഇവിടെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമില്ല. ബാക്കിൽ വെട്ടം എല്ലായിടം വെട്ടം ഉണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും അത് കണ്ടിട്ട് പോവാ. ഞാൻ ഇൻട്രോ എടുക്കാൻ വന്നതാണ്. അപ്പോൾ വെൽക്കം ടു അൽ മസ്കറ്റ് സീരീസ് വ്ലോഗ്. നമ്മളങ്ങനെ റെഡിയായത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സമയം ഏകദേശം 5:17 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ കാറ് കയറട്ടെ. നമ്മളങ്ങനെ കാറിൽ കയറിയിട്ടുണ്ട്. വീഡിയോ ഓണാക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി അങ്ങോട്ട് മാറിക്കളഞ്ഞു. അമ്മ നോക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞത് മീശ പിരിക്കാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മീശ പിരിച്ച് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ പടച്ചിരി കൂടെ ഉള്ളൂ, അതെന്തിനാണ് പിരിക്കുന്നതെന്നാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളത്. അതാണ് അമ്മ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ കംപ്ലയിൻറ്റ്. പിന്നെ പറഞ്ഞത് ഈ സ്പീഡിൽ പറയാതെ പതുക്കെ പറയാം. അതായത് നമ്മൾ പറയുന്ന വോയിസ് കുറച്ച് സ്പീഡിലായിട്ടാണ് നമ്മൾ വ്ളോഗ് വരുമ്പോൾ കേൾക്കുന്നത്. ഞാൻ ഈ ടൈം ലിമിറ്റിന് വേണ്ടിയാണ് ഇച്ചിരി സ്പീഡാക്കുന്നത്. നമ്മൾ പോയി വണ്ടി നിർത്തി ഇച്ചിരി വെള്ളം മേടിക്കാൻ വേണ്ടി. നമ്മുടെ കൂടെ വേറൊരു ഫാമിലി ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ നേരെ മേലിൽ താമസിക്കുന്ന മലയാളി രാജേഷ് ചേട്ടനും പ്രിയ ചേച്ചിയും. അപ്പോൾ അവർ അവിടെ വെള്ളം മേടിക്കാനായിട്ട് പോയ സമയത്ത് നമ്മളിവിടെ കാർ കുത്തിയിരിക്കുകയാണ്. ഒരാളവിടെ ബഹളം തുടങ്ങിയിട്ടുണ്ട് ചൂട് കാരണം. നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രാജേഷ് ചേട്ടനും പ്രിയ ചേച്ചി അവരാണ് പോയിട്ടുള്ളത്. ഇവിടെ നമ്മളിതുവരെ പോയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇവരാരും പോയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. അവർക്ക് വഴി അറിയാവുന്നതുകൊണ്ട് അവർ ഫ്രണ്ടേ പോയിട്ടുണ്ട്. നമ്മളിത് അവരുടെ പുറകെ പോകണം. അവർ കുറേ ദൂരത്തേക്ക് എത്തി. നമ്മളിപ്പോൾ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് എന്തോരം ദൂരം ഉണ്ടെന്നോ എവിടെ ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അൽ അമറാട്ട് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അത് മാത്രമേ എനിക്കറിയാം. അവിടുത്തെ ഒരു വാതി, അതാണ് സ്ഥലം. ഈ വാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ ഒരു വെള്ളമൊഴുകുന്ന സ്ഥലം, അല്ലെങ്കിൽ പുഴ, അല്ലെങ്കിൽ കൈത്തോട് എന്ന് വേണേൽ പറയാം. അതാണ് സെറ്റപ്പ്. ഈ സ്ഥലം ഇരിക്കുന്ന അൽ അമറാട്ട് എന്ന് പറഞ്ഞ അടുത്താണ്. കറക്റ്റാണോ പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് അറിയാമെങ്കിൽ ഒന്ന് അത് കമൻറ്റ് അറിയിച്ചേക്കാം. പിന്നെ ഇവിടുത്തെ റോഡ് കാര്യങ്ങൾ ഞാൻ എപ്പോഴും പുകഴ്ത്തുന്നതാണ്. ഇത് കണ്ടോ, എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ. ഇതൊക്കെ കാണുമ്പോഴാണ് കേരളത്തിലെ മന്ത്രിമാരെയൊക്കെ എടുത്ത് കണക്ട് അറിയാൻ തോന്നുന്നത്. ഇത് വിവാദമാവുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ റോഡ് ക്ലീൻ ആൻഡ് കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു റോഡ്. നമ്മുടെ അവിടുത്തെ ഹൈവേ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ 10-20 പാണ്ടിലോറി അല്ലെങ്കിൽ ഒരു KSRTC, മിനിമം ഒരു KSRTC ബസ്സെങ്കിലും നമ്മുടെ പുറകിരുന്ന് ഹോൺ അടിക്കുന്നുണ്ടാവും. അതിപ്പോൾ എവിടെ പോയാലും അങ്ങനെ തന്നെ.
പിന്നെ ഇവിടുത്തെ എക്സ്പ്ലോറേഷനൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യം. നമുക്ക് ഇവിടെ അങ്ങനെ പരിചയമില്ല, പിന്നെ ഒറ്റയ്ക്ക് പോകാനായിട്ട് ബൈക്കും ഇല്ല. ഞാൻ പിന്നെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട്. തനിയെ എക്സ്പ്ലോർ ചെയ്യലാണ് എൻ്റെ പരിപാടി. കണ്ടോ ഇവിടെ ഒരു കുന്നും മലയൊക്കെ ഉണ്ട്, കണ്ടോ നല്ല രസമാണ് ഇങ്ങോട്ടുള്ള റോഡ് കാണാൻ. രണ്ട് സൈഡിലും നല്ല മല, നടുക്കൂടെ ഇങ്ങനെ ഒരു റോഡ്, ക്ലീൻ റോഡ്. കണ്ടോ ഈ ഒരു വ്യൂ കാണാൻ നല്ല രസമാണ്. ഇവിടുത്തെ അങ്ങനെ വ്യൂവും പിന്നെ ഈ റോഡിൻ്റെ ഒരു ഭംഗിയൊക്കെ കാരണം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ കൂടെ പോകുന്ന ഈ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മുടെ മുകേഷ് ഏത് സിനിമ അറബി ഒട്ടകത്തിനകത്ത് പറയുന്ന പോലെ ബസ്സിലും കാറിലും വീഡിയോയിലൊക്കെ കാണുമ്പം നല്ല രസമായി മരുഭൂമി, പക്ഷേ വണ്ടിയോടെ എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ വണ്ടിയിലൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോഴൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കത്തിപ്പോവും, അമ്മാതിരി ചൂടാണ്. എ സി ഒക്കെ ഫുള്ളിലിട്ടിരിക്കുന്നത്, അതായത് ഫുൾ സ്പീഡ്. എനിക്കിപ്പോൾ ഞാൻ എ സിയുടെ മൂട്ടിയിരുന്ന് എനിക്ക് തണുക്കുന്നുണ്ട്. എന്നിട്ടും അവരത് നമുക്ക് വേണ്ടി ചെയ്യണ്ട. നമ്മൾ ഫ്രണ്ട് പോകുന്ന ഇതിലാണ് രാജേഷ് ചേട്ടനൊക്കെ, അപ്പോൾ അവർ നമ്മളെ കാണാത്തതുകൊണ്ട് അവിടെ നിർത്തിയിട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടിൽ വീഡിയോയിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ, പക്ഷേ വണ്ടിയോടെ എടുക്കുമ്പോഴേ അതിൻ്റെ പുളി അറിയത്തുള്ളൂ. ദേവാദി നമ്മൾ എത്താറായിട്ടുണ്ട്, ഇവിടുന്ന് അടുത്താണ്. അപ്പോൾ കിച്ചു ഈ സ്ഥലം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോന്നോ കേട്ടിട്ടുണ്ടോന്നോ കണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ അതാണ് പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ സെറ്റപ്പൊന്നുമല്ല, ഇത് മറ്റേ കുഞ്ഞ് കൈത്തോട് പോലത്തെ സെറ്റപ്പാണ്, അതിന് മാത്രം വലിയ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പൊന്നും അല്ലെന്ന് അവൻ തുടക്കം തന്നെ പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇനി ചെന്ന് കഴിഞ്ഞാലേ അറിയാവുള്ളൂ എങ്ങനെയാണ് ഏതാണെന്ന്. എനിക്ക് യാതൊരു പിടുത്തമില്ല. ഇനി ഇത് കൈത്തോടാണോ വെള്ളച്ചാട്ടമാണോ പുഴയാണോ അല്ലെങ്കിൽ വല്ല തടാകമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ദൂരത്താണ്, 100-300 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെയാണെന്ന് തോന്നുന്നു സലാല എന്ന് പറഞ്ഞ സ്ഥലം, മസ്കറ്റിലല്ല, ഐ മീൻ ഇവിടുന്ന് ഒരു 100-300 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സലാല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇതാണ് നമ്മളീ പോകുന്ന വാദി എന്ന് പറഞ്ഞ സ്ഥലം. എനിക്ക് കണ്ടിട്ട് ഏതാണ്ട് മരുഭൂമിയിൽ എത്തിയ പോലെയുണ്ട് വയസ്സ്. അപ്പോൾ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടിട്ട് വാദി കാണാൻ വന്നു. ഇതാണ് വാദി. അപ്പുറത്ത് കുറച്ച് പാർക്കും പിന്നെ പിള്ളേർക്കുള്ള അഡ്വഞ്ചർ സ്പോട്ട്, അതായത് മറ്റേ നമ്മുടെ ഡെസേർട്ടിൽ ഓടിക്കുന്ന ബൈക്കുണ്ടല്ലോ, ആ ബൈക്കിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടെ, എന്ത് വരുന്നത് എൻ്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആ ബൈക്കൊക്കെ അവിടെ ഓടിക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ ഒരു ചെറിയ പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. നമ്മളപ്പോൾ അതേ നടന്ന് വന്നിരിക്കുകയാണ്. ഇതാണ് വാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വാദി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കണ്ടു ഒരു ചെറിയ കൈത്തോട് പോലത്തെ ഒരു സാധനം, ഞാൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരാം. നമ്മൾ നടന്നങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇമ്പ്രഷൻ തീർന്നു കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് വാദി. നമ്മുടെ അവിടുത്തെ വീടിൻ്റെ പരിസരത്തൂടെ ഒഴുകുന്ന തോട് എന്ന് വേണേൽ പറയാം. നമ്മുടെയൊക്കെ അതായത് ആലപ്പുഴ, പ്രത്യേകിച്ച് ആലപ്പുഴക്കാരനായ എനിക്ക് ഇത് തോടാണ്. തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് തോട് തന്നെ. നമ്മൾ അവിടത്തേക്ക് തോട് സെറ്റപ്പ്. അങ്ങനെ ഞാൻ ഒന്ന് വെറുതെ ഇപ്പുറത്തോട്ട് മാറി ഒന്ന് നടക്കാൻ തുടങ്ങി. അവരൊക്കെ അവിടെ അതിനകത്തൊക്കെ ഇറങ്ങി ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെ വല്ല ഇതിൻ്റെ അറ്റെങ്ങനെ ഡാമൊക്കെ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ഡാം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നടക്കുവാണ്. ഇത് കണ്ടോ നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു വ്യൂ കാണാൻ. പ്രത്യേകിച്ച് ഈ വൈകിട്ട് സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. വൈകിട്ടെന്ന് പറയുമ്പോൾ ഒരു 5-4:30 പറ്റില്ല, 4:30 ആണെങ്കിലും നല്ല ചൂടാണ്. നമ്മൾ ഈ വന്ന സമയത്തായാലും ചൂടുണ്ട്. അതായത് ഈ 5 മണി കഴിഞ്ഞിട്ടുള്ള സമയത്തും ചൂടുണ്ട്. അപ്പോൾ ഒരു 5 മണി 5:30 ആ ഒരു ടൈം നമ്മുടെ ഈ വൈകിട്ടത്തെ ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നമ്മുടെ ഇവിടുത്തെ ഒരു പാർക്കോ അല്ലെങ്കിൽ കുറച്ച് നേരം ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം. കണ്ടോ ഈ സ്ഥലമൊക്കെ ഉണ്ടോ, നമ്മുടെ മുൾച്ചെടികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മുൾച്ചെടി പോലത്തേക്ക് ഇരിക്കും. എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ തമിഴ്നാട് ഓർമ്മ തന്നെ, ഒരു ഭ്രാന്തപ്രദേശം പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ അത് കണ്ടുകൊണ്ട് അങ്ങോട്ടൊന്നും നടന്നേ ഉള്ളൂ. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു ചെറിയ ഒരു പ്രാന്തപ്രദേശം, ഒരു കണ്ടൽക്കാട് പോലെയൊക്കെ ഇരിക്കും നമ്മളവിടുത്തെ കണ്ടൽക്കാട്. എനിക്കിത് കാണുമ്പോൾ തമിഴ്നാട് ഓർമ്മ തന്നെ. അങ്ങനെ നമ്മൾ പുഴയിൽ വന്ന് കുത്തിയിരിക്കുകയാണ്. പുഴയിൽ കല്ല് പെറുക്കി കളിക്കുകയാണ്. ഞാൻ പുഴയെന്ന് പറഞ്ഞ് വെറുതെ കളിയാക്കിയതാണ്. ഇവരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ നിൽക്കുന്നതാണ് രാജേഷൻ, അപ്പുറത്തേക്കുന്ന പ്രിയ ചേച്ചി, അപ്പോൾ അവരുടെ മോളല്ല മോൻ. അവിടെ ഒരാൾ വെള്ളത്തിൽ കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മറ്റേ പിള്ളേരുടെ അഡ്വഞ്ചർ ബൈക്ക്, ഞാൻ പറഞ്ഞ നമ്മുടെ മരുഭൂമി ഓടിക്കുന്ന സന്ധ്യതാണ് സാധനം. ഈ സാധനത്തിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് കുഞ്ഞു പിള്ളേർ, ഐ മീൻ പിള്ളേരുടെ സൈസിലുള്ള സംഭവമാണ്. മറ്റേ വലിയ വണ്ടി ഇടല്ലേ ഇത് അതിൻ്റെ ചെറിയ കുട്ടി വർഷം കണ്ടോ. പിള്ളേരൊക്കെ ഓടിക്കുന്നുണ്ടോ സാധനം. പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു 10-12 വയസ്സിന് മേലുള്ളവർ ഓടിക്കുന്നുണ്ട്. ആ പോയ പയ്യൻ എനിക്കൊന്നൊരു 12 വയസ്സൊക്കെ ഉള്ളൊരു പയ്യനായിരിക്കും. നമ്മളിത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് ചർച്ചയിലാണ്, തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ ആ ഒരു സാധനം അവർ കണ്ടില്ല. ഞാൻ പോയി വെറുതെ വീഡിയോ എടുത്തു. അപ്പോൾ അവർക്കൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ പോവാണ് ഞങ്ങൾ. അങ്ങനെ പോകണ വഴിക്ക് തോണ്ട ഈ പിള്ളേൻ്റെ സാധനം കണ്ടു. അവിടെ അവൻ കിച്ചു കൊച്ചിനെയും പിടിച്ചുകൊണ്ടിരുന്ന് അത് കറങ്ങുക. അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചിക്ക് ഒരാഗ്രഹം കയറി, ചേച്ചീൻ്റെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടും കൂടെ കറങ്ങാൻ പോവാണ്. തിരിച്ച് കിടക്കുന്ന കണ്ട് തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ആൾ പേടിച്ചിരുന്നെങ്കിലും പിന്നെ അവൻ കറങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് കയറിയാണ്. അപ്പുറത്ത് ആ അവൻ്റെ കിച്ചുവിൻ്റെ കയ്യിരിക്കുന്ന കൊച്ചിൻ്റെ അമ്മയാണ് ഇത് ഇപ്പുറത്തിരുന്ന് കറങ്ങുന്നത്. നല്ല രസമായിട്ട് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാനിത് ഏറി കയറ്റരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഏറി കയറ്റിയിട്ടുണ്ട് സാധനം. ഇത് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിലെ കൊച്ചുകുട്ടി എഴുന്നേറ്റു. അങ്ങനെ ഞാനെന്ത് ചെയ്തിരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കറക്കാൻ നല്ല രസമാണ്. കുറച്ച് കഴിയുമ്പോൾ തല കറങ്ങും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ തലയൊക്കെ കറങ്ങുന്നുണ്ട്. ആദ്യം ഒരു കറക്കം കറങ്ങിയതാണ് നിങ്ങൾ വീഡിയോ കണ്ടത്. അത് കഴിഞ്ഞിട്ട് കിച്ചു ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ഒന്നുകൂടെ ഒരു വലിയ കറക്കം കറക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ റിലേ കട്ടായി. അമ്മയും ചേച്ചിയും കൂടെ അവിടെ എന്തോ പരിപാടിയിലാണ്. ഇതാണ് ആ പാർക്കിൻ്റെ ഐ മീൻ ആ ഒരു അഡ്വഞ്ചർ സ്പോട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡ്. അവിടെ മറ്റേ സാധനമുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ
ഇതിന് എത്ര രൂപയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടുത്തെ അമ്മയും ചേച്ചിയും ഇവിടെ മുരിങ്ങക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് മുരിങ്ങക്ക കണ്ടപ്പോഴത്തേക്ക് പറിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ചേച്ചിയെ കൊണ്ട് അവിടെ പറപ്പിക്കുക. എന്നെ കൊണ്ട് പറഞ്ഞാണ്, ഞാൻ അവിടുന്ന് മുങ്ങിയതാണ് നൈസായിട്ട്. അല്ലെങ്കിലും ഈ അമ്മമാർക്ക് ഇങ്ങനെയുള്ള പരിപാടി ഉള്ളതാണ്. ഇങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ഈ സാധനം നമ്മുടെ വീഗാലാൻഡിലേക്കുള്ളൊരു സംഭവം തന്നെയാണ്. നമ്മുടെ ആ ഒരു ഇതിന് ഏകദേശം 5 മിനിറ്റ് ആയതുകൊണ്ട് 1.5 റിയാൽ. ഇവിടുത്തെ 1.5 റിയാൽ നമ്മുടെ അവിടുത്തെ എത്ര രൂപയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ 1.5 റിയാലാണ്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇതേ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം വൈകിട്ട് സൂര്യനൊക്കെ അസ്തമിച്ചുള്ളൊരു സമയമാണ്. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ. അതായത് ഒരു പാർക്കിൻ്റെ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് കൊള്ളാം ഇവിടെ വന്നിരിക്കും. വൈകിട്ടൊക്കെ വന്ന് ഫാമിലിയായിട്ടൊക്കെ ഇരിക്കും. കുറേ മലയാളികളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം, നിറയെ മലയാളികളാണ് ഇവിടെ, മൊത്തം മലയാളികളെ തട്ടി നടക്കാൻ പറ്റിയില്ല. ആ രീതിക്ക് എല്ലാം മലയാളികൾ. എവിടെ ചെന്ന് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നേരത്തെ നടന്നല്ലോ, ആ നടന്ന സ്ഥലത്ത് മൊത്തം മലയാളികളാണ്, എല്ലാം മലയാളം. ഞാനത് ആലോചിച്ചു, ഈ കേരളം ഇതുവരെ വിട്ടില്ലേ. നമ്മളിപ്പോൾ ഈ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഈ കാർ അവിടെ കിടപ്പുണ്ട്. ഇവിടെ ഏതാണ്ട് JCB അല്ലല്ലോ, ഇത് JCB സാധനമല്ല, ക്യാറ്റിൻ്റെ ആണോ തോന്നുന്നത്, ഏതൊരു വണ്ടി. ഇത് അവിടെ ഒരു പശുവുണ്ട്, പശുവിനെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. നൈറ്റിലത്തെ ഒരു വ്യൂ കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു ലൈറ്റ്, ഇവിടുത്തെ ലൈറ്റ് സെറ്റപ്പ്, റോഡ്, ആ ഒരു ഭംഗിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷേ പുറത്തിറങ്ങി കാണാനായിട്ട് ഇത്ര രസം പോലെങ്കിലും അകത്തിരുന്ന് വണ്ടിയിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ കാണാൻ നല്ല രസമാണ്. അതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളിതേ വീണ്ടും മുസന്ന എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. ഇത് മലയാളി റെസ്റ്റോറൻറ്റ്. നമ്മൾ അന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഇഡലി, നമ്മുടെ സാമ്പാർ ഇഡലിയൊക്കെ മേടിച്ച കടയാണ്. ഇത് മലയാളി കടയാണ്. അവിടെ ഓർഡർ കൊടുത്തിട്ട് അവിടെ അളിയും വെയിറ്റ് ചെയ്യണം. അപ്പോൾ വൈകിട്ട് പോയി ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ചപ്പാത്തി, കുറച്ച് പൊറോട്ട, കറി എന്തായാലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഇതേ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ചേച്ചി ഇതേ വീട് തുറക്കാൻ വേണ്ടി ഫ്രണ്ടേ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അവരും അവിടെ അളിയൻ അവിടെ മറ്റു രാജേഷനൊക്കെ പിന്നെ ഏതാണ്ട് പുറത്ത് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, അമ്മ നീ വന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ഔട്ടർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. എന്നാൽ ഞാൻ പോകണമെന്നും പറഞ്ഞ് അമ്മ പോവുകയാണ്. നമുക്കപ്പോൾ റൂമിലേക്ക് പോകാൻ കുറച്ച് റെസ്റ്റ് എടുക്കണം, നല്ല ചൂടുണ്ട്. അങ്ങനെ ദേ ഒരു ഫാൻ്റെ മേടിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മളൊരു ഫാൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ആ ഫാൻ്റെ തരുമെന്നും ചോദിച്ചു ഒരാൾ താഴെ വന്ന് നിൽക്കുവാണ്. ഞാൻ കുടിക്കട്ടെ, നല്ല ചൂടുണ്ട്. അങ്ങനെ ഫാൻ്റെ കുടിച്ചോണ്ടിരുന്ന് കണ്ട് എൻ്റെ മേത്തോട്ട് ചാടി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. ബൈ.